കോഴിക്കോട് വടകരയിലെ ദീപക് എന്ന ചെറുപ്പക്കാരൻ്റെ അമ്മയുടെയും ബന്ധുക്കളുടെയും ചങ്കുപൊട്ടിയുള്ള കരച്ചിലും നിലവിളിയുമാണ് ഇപ്പോൾ കണ്ടത്. ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആരോപണത്തിന് പിന്നാലെയാണ് യുവാവ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത്. ഈ സംഭവത്തിലെ ആരോപണം ഉന്നയിച്ച ദീപക്കിനെതിരെ വീഡിയോ ചെയ്ത യുവതിക്കെതിരെ നിയമ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കുടുംബം. ദീപക്കിന് നീതി കിട്ടാനായി ഏതറ്റം വരെയും പോകുമെന്നാണ് കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും നിലപാട്. ദീപക്ക് തെറ്റ് ചെയ്തിട്ടില്ലെന്നും യുവതിയുടെ പോസ്റ്റ് പ്രചരിച്ചതിന് പിന്നാലെ മനോവിഷമത്തിലാണ് ആത്മഹത്യയെന്നും കുടുംബം ആരോപിക്കുന്നു. ദീപക്കിൻ്റെ ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുകയാണ്. ദീപക്കിന്റെ കുടുംബത്തിന് 1 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്ന് മിഷൻ മെൻസ് കമ്മീഷൻ വ്യക്തമാക്കി. തനിക്കെതിരെ കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ നേരിട്ട് സംസാരിക്കാനാകില്ലെന്നാണ് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ പെൺകുട്ടിക്കെതിരെ അടിയന്തരമായി FIR ഇട്ട് കേസെടുക്കണം. ആത്മഹത്യാ പ്രേരണ, അധിക്ഷേപം അടക്കമുള്ള കാര്യങ്ങളിൽ കേസെടുക്കണം. ദീപകിന്റെ മരണം കേരളത്തിലെ പുരുഷാവകാശ പോരാട്ടങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റാണ്. ഇനി ഒരു ദീപക് ഉണ്ടാവരുത്. കാര്യം നമ്മുടെ വീട്ടിലുള്ള ആൺകുട്ടികളുള്ളതല്ലേ. നമ്മളിപ്പോ ഒരു കാര്യം കൂടെയുണ്ട്, ഞങ്ങൾ ആ ദീപകിന്റെ കുടുംബത്തിന് അവരുടെ കുടുംബത്തിന്റെ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പെർമിഷനോടുകൂടി ധനസഹായവും ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇതുപോലുള്ള സ്ത്രീകളെ പൊതുമധ്യത്തിൽ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ ബസ് യാത്രയ്ക്കിടെ അധിക്ഷേപിക്കുന്ന നിരവധി സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി ഇതുപോലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒരു ട്രെൻഡായി മാറുന്നുണ്ട്. ഇവിടെ ഈ ദീപക്കിൻ്റെ ദൃശ്യം, ദീപക്ക് ഒരു യുവതിയുടെ അടുത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്നു. അവിടെ വെച്ച് അവരുടെ ശരീരത്തിൽ മുട്ടി എന്നാണ് ആ യുവതി ആരോപണം ഉന്നയിച്ചത്. ഇത് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളേറെ ചർച്ചയായതാണ്. ദീപക് എവിടെയാണ് തെറ്റ് ചെയ്തത് അത്ര? കാരണം യുവതിക്ക് അവിടെ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ യുവതിയെ ബോധപൂർവം ദീപക് സ്പർശിക്കുന്നില്ല. ദൃശ്യങ്ങൾ അത് വ്യക്തമാണ്. പിന്നെ എന്താണ് ദീപക് ചെയ്ത തെറ്റ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിനിടെയാണ് ഇന്നലെ ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത കേട്ടത്, ദീപകിൻ്റെ ആത്മഹത്യ. പക്ഷേ ഈ സംഭവത്തിന് പിന്നാലെ യുവതിക്കെതിരെ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ വിമർശനം ഉയരുന്നു. വലിയ രീതിയിൽ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കുടുംബം, ദീപകിൻ്റെ കുടുംബം പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നു. എന്തായിരിക്കും ഈ കേസിൽ സംഭവിക്കാൻ പോവുക? യുവതിക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമോ? ടോം, ആദ്യം തന്നെ ഈ ദൃശ്യങ്ങളുടെ ഒരു ശരിതെറ്റുകളെക്കുറിച്ചൊരു നിഗമനത്തിലെത്താൻ നമുക്ക് ഇപ്പോഴും കഴിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഈ ദൃശ്യങ്ങൾ കണ്ട ശേഷമുള്ള ഒരു പ്രതികരണം നൽകുന്നു. എന്താണ് സംഭവിച്ചത് എന്നത് കൃത്യമായി അറിയാൻ ഇപ്പോഴും പറ്റാത്ത ഒരു സാഹചര്യമാണ്. എന്തായാലും ആ പെൺകുട്ടി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏതാണ്ട് 20 ലക്ഷത്തിലധികം ആളുകൾ അത് കാണുന്നു. നൂറുകണക്കിന് ആളുകൾ ആ ദൃശ്യങ്ങൾ ഷെയർ ചെയ്യുന്നു. പെരുമഴ പോലെ അതിനിടയിലേക്ക് കമൻറ്റുകൾ ഒഴുകിയെത്തുന്ന സാഹചര്യം. ഇതിനുശേഷമാണ് പിന്നീട് പെൺകുട്ടി അല്ലെങ്കിൽ യുവതി വീണ്ടും ഒരു എക്സ്പ്ലെയിനർ, അതായത് കൂടുതൽ വിശദീകരണ കുറിപ്പുമായി താൻ നേരത്തെ ഇട്ട ദൃശ്യത്തിൽ എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് വാഹനത്തിനുള്ളിൽ നടന്നത് എന്നൊക്കെ വ്യക്തമാക്കി മറ്റൊരു വിശദീകരണ കുറിപ്പ് കൂടി ഇടുകയും ചെയ്യുന്നു. ആദ്യത്തെ ആ ദൃശ്യം പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഉലഞ്ഞു പോയ ദീപക്കിന് വലിയ മാനസിക സമ്മർദ്ദങ്ങളാണ് രണ്ടാമത്തെ വീഡിയോ നൽകിയത്. അത് സുഹൃത്തുമായി അക്കാര്യം സംസാരിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് മരണം തിരഞ്ഞെടുക്കുക എന്ന അവസാന വഴിയിലേക്ക് ദീപക് എത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞായറാഴ്ച പുലർച്ചെ തന്നെ വീട്ടിൽ ദീപകിനെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്യുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവണത പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. ഈ വാഹനത്തിനുള്ളിൽ ചേർന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിൽക്കുമ്പോഴൊക്കെ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും അത് സമൂഹ മാധ്യമത്തിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കാണുന്നു. നമുക്കറിയാം, ഈ വാഹനങ്ങളിൽ ഏറുമ്പോൾ
സ്ത്രീകൾക്ക് വലിയ തിക്താനുഭവങ്ങൾ പലപ്പോഴും ഈ ആളുകളുടെ ഭാഗത്തു നിന്നും യാത്രക്കാരായ പുരുഷന്മാരായ യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകും. എല്ലാ പുരുഷ യാത്രക്കാരും ഇത്തരത്തിൽ മോശമായി പെരുമാറുന്നവരല്ല. വളരെ ചെറിയൊരു വിഭാഗമാണ് ഇത്തരത്തിൽ വൈകൃതങ്ങളോടുകൂടി പെരുമാറുന്നതെന്ന് നമുക്കറിയാം. നേരത്തെ ആലുവയിലൊരു ബസ്സിൽ നിന്ന് മസ്താനയുടെ കേസിൽ വന്ന സവാദിൻ്റെ പോലുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ അറിയാം. അത്തരം സമയങ്ങളിൽ സമയോചിതമായി ആ പെൺകുട്ടികൾ ഇടപെടുകയും ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുക എന്നതിനപ്പുറം അപ്പോൾ തന്നെ ഒരു പ്രതികരണം ഉണ്ടാവുകയും അത് ബസ്സിലെ കണ്ടക്ടറോട് പറയുന്നു, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു ഉചിതമായ സമയത്തിനനുസൃതമായ ഒരു നടപടിയും ആ കാര്യങ്ങളൊക്കെ കൈക്കൊള്ളുന്നുണ്ട്. പക്ഷേ ഇവിടെ ആ കുട്ടി നേരെ ആ ദൃശ്യം പോസ്റ്റ് ചെയ്യുന്നു, പോലീസിനോട് രേഖാമൂലമല്ലാതെ വിളിച്ചു പറഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ഫോർമലല്ലാത്ത ഔദ്യോഗികമല്ലാത്ത ഒരു രീതിയിൽ ഒരു പരാതി പറയുന്നു. അപ്പം നേരെ ദൃശ്യങ്ങളിലേക്കാണ് വരുന്നത്. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുകയും അതിൻ്റെ പുറത്തൊരു വിധികർത്താക്കളായി സമൂഹം തന്നെ മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സംജാതമാക്കപ്പെടുന്നു. നമുക്കറിയാം, ഒരു ദൃശ്യത്തിൽ ഒരാളെ ചിത്രീകരിച്ചാൽ അല്ലെങ്കിൽ ഒരാൾ ഒരു സെൽഫി വീഡിയോ എടുക്കുമ്പോൾ എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ എന്താണ് മറുവശത്തെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ചിത്രം നമുക്ക് ലഭ്യമല്ല. മറിച്ച് ഈ പെൺകുട്ടി ഈ പോലീസിൽ പരാതി നൽകുകയും പോലീസ് അതിന്മേൽ അന്വേഷണം നടത്തുകയും ഈ ദൃശ്യം ഒരു തെളിവായി പോലീസിന് കൈമാറുകയും ചെയ്താൽ ഒരുപക്ഷെ ഈ നിജസ്ഥിതി കുറച്ചുകൂടി ശാസ്ത്രീയമായ വിശകലനങ്ങളൊക്കെ നടത്തി ഈ ബസ്സിനുള്ളിൽ യാത്ര ചെയ്ത ആളുകളോട്, ബസ്സിലെ കണ്ടക്ടറോട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ സംസാരിച്ചൊരു അന്വേഷണത്തിൻ്റെ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്താൻ കഴിയുന്നു. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഒരു ആൾക്കൂട്ട ആക്രമണത്തിനായി ഒരു പ്രതിയെന്ന് സംശയിക്കുന്ന, അല്ലെങ്കിൽ ഒരു തെറ്റുകാരനെന്ന് സംശയിക്കുന്ന ആളെ ഇട്ടുകൊടുത്ത ആ നിലപാടാണ് ഏറെ ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്തായാലും കുടുംബം പറയുന്നത് ദൃശ്യങ്ങൾ പലവട്ടം പരിശോധിച്ചപ്പോഴേക്കും ഒരു മോശമായ പെരുമാറ്റം എന്ന ഒരു രീതി ഈ ദീപക്കിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതായി ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മറുവശത്ത് ഈ പെൺകുട്ടിയാവട്ടെ ഒരു റീച്ചിനായി, സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ആരാധകരെ സൃഷ്ടിക്കാനായി, അല്ലെങ്കിൽ കൂടുതൽ ധനസമാഹരണം നടത്താനൊക്കെയുള്ള ഒരു ഉപാധിയായി ഈ ദൃശ്യത്തെ കാണുന്ന രീതിയിലേക്ക് മാറി എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ യുവതിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം ശക്തമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ ആ യുവാവിൻ്റെ മരണം സൃഷ്ടിച്ച വേദനകൾക്കിടയിലും സുഹൃത്തും കുടുംബാംഗങ്ങളും ഒക്കെ ഇക്കാര്യം മാധ്യമങ്ങളോട് ഒക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇന്ന് ഈ കുടുംബം ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിലെത്തി ജില്ലാ പോലീസ് മേധാവിക്ക്, അല്ലെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച പരാതി ഔദ്യോഗികമായി തന്നെ നൽകിയിരിക്കുകയാണ്. ഒപ്പം മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കൊക്കെ ഈ പരാതിയുടെ പകർപ്പ് നൽകുമെന്നും കുടുംബം അറിയിച്ചിട്ടുണ്ട്. ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ യുവതിയുടെ ഭാഗത്തുനിന്നും ഈ സമൂഹ മാധ്യമത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അനീഷ്, ഇവിടെ നമുക്കറിയാം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഈ ലൈംഗിക ചൂഷണത്തിന് ഇരകളാകുന്നത് പലപ്പോഴും ബസ്സുകളിലാണ്, ബസ് യാത്രക്കിടയിലാണ്. ഇതുപോലുള്ള ദുരനുഭവത്തിൻ്റെ പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ, അതായത് ഏതാനും നാളുകൾക്ക് മുമ്പ് കേരളമേറെ ചർച്ച ചെയ്തതാണ് സവാദ് എന്ന യുവാവിൻ്റെ ലൈംഗിക വൈകൃതത്തെക്കുറിച്ചുള്ള വാർത്തകൾ. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സവാദിനെ പോലും വെള്ളപൂശാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ഈ ദീപക്കിൻ്റെ ആത്മഹത്യക്ക് പിന്നാലെ. സവാദ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.